ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിരുന്നു പഞ്ചവത്സര പദ്ധതി ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആയിരുന്നു. അതായത് റിവിഷൻ ഡേ ആണ് ഇന്ന് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പഞ്ചവത്സര പദ്ധതി 1, 2, 3, 4, 5 നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എക്സാം ആണ് നമുക്ക് PDF ആയിട്ട് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ തന്നിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എത്രത്തോളം എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഇതൊന്ന് ജസ്റ്റ് കേട്ടിട്ട് പോവുക. ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? നെഹ്റു ആണ് അല്ലെ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ശരിയാണോ? അല്ല. പിന്നെ ഏതാ? 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 50ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ഉള്ള പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. പഞ്ചവത്സര പദ്ധതികളുടെ പൊതു ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? പെടുന്നത് ഏതൊക്കെ നമുക്കറിയാം. സ്വാശ്രയത്വം പെടും, സാമ്പത്തിക വളർച്ച പെടും, ആധുനികവൽക്കരണം പെടും, സമത്വം പെടും. പെടാത്തത് നീതിയും സ്വാതന്ത്ര്യവും ആയിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ പൊതു ലക്ഷ്യങ്ങളിൽ പെടാത്തത്. ഇനി ശരിയായവ കണ്ടെത്തുക. പ്ലാൻ ഹോളിഡേ 1966-69 അല്ലെ, അതെന്താണ്? കറക്റ്റ് ആണ്. ആനുവൽ പ്ലാന് 1990-92 കറക്റ്റ് ആണ്. റോളിംഗ് പ്ലാന് 1978-80 അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് എല്ലാം ശരി എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, 1952-53 കാലയളവിൽ നിലവിൽ വന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതായിരുന്നു? നമുക്കറിയാം, ലക്ഷ്മണസ്വാമി മുതലിയാർ അല്ലെ. ലക്ഷ്മണസ്വാമി മുതലിയാർ എന്നുള്ളതാണ് 1952-53 കാലയളവിൽ നിലവിൽ വന്നിട്ടുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നതെന്ന്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് നിലവിൽ വന്നത്. എന്നായിരുന്നു? 1951 മെയ് 2-നാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. 1951 മെയ് 2, 1951. NDC എന്നായിരുന്നു. NDC 1952 ഓഗസ്റ്റ് 6-നാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം എന്നായിരുന്നു? 1951 ഡിസംബറിലാണ്. അതുകൂടെ അതിൻ്റെ കൂടെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. പിന്നെ 1ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആണ്. ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. അതൊക്കെ ഒന്ന് ഇതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞു യുജിസിയുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ 1952-53 കാലയളവിൽ നിലവിൽ വന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അപ്പൊ അതിന്റെ ചെയർമാനാണ് നമ്മൾ പറഞ്ഞത് ലക്ഷ്മണസ്വാമി മുതലിയാർ. UGC എന്ന നിലവിൽ വന്നത് അത് 1953 ഡിസംബർ 28-നാണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. NES അതായത് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953 ലക്ഷ്യം. ഇതിന്റെ 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് എത്രയായിരുന്നു? 2.1% പക്ഷെ കൈവരിച്ചത് 3.6% കൈവരിക്കാൻ പറ്റി. ഇനി കുടുംബാസൂത്രണം ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? അത് കൺകറന്റ് ലിസ്റ്റിലാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കൺകറന്റ് ലിസ്റ്റിലാണ് കുടുംബാസൂത്രണം ഉൾപ്പെടുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി സമയത്തെ വിവിധോദ്ദേശ പദ്ധതികളും അവ ഉൾപ്പെടുന്ന നദികളിലും തെറ്റായവ ഏതാണ് പറഞ്ഞേ? പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ബക്രാനങ്കൽ, സത്ലജ്, ഹിരാക്കുഡ്, മഹാനദി, ദാമോദർ വാലി, ദാമോദർ വാലി, ദാമോദർ, മേട്ടൂർ, കൃഷ്ണ. അപ്പൊ അതെന്താണ്? ശരിയാണോ? പറഞ്ഞോളൂ. നമുക്കറിയാം മേട്ടൂര് ഏത് നദിയിലാണ്? കാവേരിയാണ് അല്ലെ. കാവേരിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ദാമോദർ വാലി ദാമോദർ നദിയിലാണ്, ബംഗാൾ. ഹിരാക്കുഡ് മഹാനദി ഒഡീഷ. മേട്ടൂർ കാവേരി തമിഴ്നാട്. ബക്രാനങ്കൽ സത്ലജ് പഞ്ചാബ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണേ. ഇനി അടുത്തത്
ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് UGC, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, ഇന്ത്യൻ വ്യോമ ഗതാഗത ദേശസാൽക്കരണം. ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വർഷമൊക്കെ സെയിം ആണ്, നമുക്ക് വ്യത്യാസമായിട്ടുള്ളത് വെറും മാസങ്ങൾ മാത്രമാണ് വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പറയാം. ആന്ധ്ര സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് 1953 ഒക്ടോബർ 1-നാണ് അല്ലേ? ഒക്ടോബർ 1-നാണ്. ഒന്നാമത്തെ ആൻസർ സി ആണ്. 2, UGC നിലവിൽ വന്നത്, ഇതൊക്കെ ഈ ഡേറ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിന് എന്താ പറയുക, ഡേറ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇതിൻ്റെ ഇത് കേട്ടോ. മുമ്പത്തെ പോലെയുള്ള വർഷം മാത്രമല്ല ചോദിക്കുന്നത്. അപ്പോൾ UGC എന്ന് പറയുമ്പോൾ ഏതാണ്? 1953 ഡിസംബർ 28-നാണ്. ഓക്കെ, 1953 ഡിസംബർ 28 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസോ, അത് നമ്മൾ 1953 എന്ന് പറഞ്ഞു, ഒക്ടോബർ 2-നാണ്. ഇന്ത്യൻ വ്യോമഗതാഗത ദേശസാൽക്കരണം എന്നാണ്. അതൊക്കെ നമുക്ക് ശരിക്കും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മുടെ PDF-ൽ. അപ്പോൾ 1953 എന്നാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം ദേശസാൽക്കരിച്ചത്. ഓഗസ്റ്റ് 1-നാണ്. കിട്ടിയല്ലോ. ഇന്ത്യയിൽ സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ചൈനയിൽ നടപ്പിലാക്കിയ വർഷം 1953-ലാണ്. അതൊക്കെ നമ്മൾ എന്താ പറയുക ആദ്യം പറഞ്ഞു അല്ലേ? ഫസ്റ്റ് തന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ശില്പി ആരായിരുന്നു? 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് DP ധർ ആണ്. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ശില്പി DP ധർ ആണ്. ധർ മോഡൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 5-ാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞതാണല്ലോ. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 5-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് അധ്യക്ഷ ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ? അതിന്റെ ഗരീബി ഹട്ടാവോ ഓർമ്മ ഉണ്ടല്ലോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതുപോലെ കാലാവധി പൂർത്തിയാക്കാത്ത 20 പരിപാടി 1975. അതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. 20 പരിപാടി ആ ഒരു സമയത്താണ്. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം കൂടെ, 1975 ജൂൺ 25-നാണ് ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ. അതുകൂടെ ഈ സമയത്തുണ്ട്. അതും ഇതിൽ ഞാൻ പറഞ്ഞ PDF-ൽ ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ICDS 1975 ഒക്ടോബർ 2-നാണ് വന്നത്. ലക്ഷ്യം വെച്ചത് 4.4% 5-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് 4.8% കൈവരിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ഏത് പദ്ധതിയുടെ ലക്ഷ്യമാണ് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഉയർച്ച? റോളിംഗ് പ്ലാൻ അല്ലേ? റോളിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ 1978-80-ലാണ്. ഇനി തെറ്റായ പ്രസ്താവന ഏത്? 5-ാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 4.8% പറയുന്നു. ആണോ? ലക്ഷ്യം വെച്ചത് 4.8 അല്ല, 4.4 ആയിരുന്നു. 5-ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 4.8% 4.4 അല്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുത്തിട്ടുള്ളതാണ്. ഇനി 5-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? 3 സാമ്പത്തിക വർഷം മാത്രമേ നടപ്പാക്കിയുള്ളൂ. ആണോ? അല്ല, 4 സാമ്പത്തിക വർഷം. 1978-ൽ പദ്ധതി നിർത്തലാക്കി. കറക്റ്റ് ആണ്. ഇന്ദിരാഗാന്ധിയാണ് പദ്ധതി പിൻവലിച്ചത്. ആണോ? ഇന്ദിരാഗാന്ധിയാണോ പദ്ധതി പിൻവലിച്ചത്? അല്ലല്ലോ. പിന്നെ ആരാ? മൊറാർജി ദേശായി അല്ലേ? മൊറാർജി ദേശായിയാണ് പദ്ധതി പിൻവലിച്ചത്. ട്രൈസം പദ്ധതി നിലവിൽ വന്നത് ഏത് പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ റോളിംഗ് പ്ലാനിന്റെ സമയത്താണ്. 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്: സുസ്ഥിരതയോട് കൂടിയുള്ള വളർച്ച ഉൾപ്പെടും, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം ഉൾപ്പെടും, സാമ്പത്തിക സാങ്കേതിക സ്വയം പര്യാപ്തത അതും ഉൾപ്പെടും, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. റോളിംഗ് പ്ലാൻ സമയത്ത് രാജിവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ്. 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? അതായത് സാമ്പത്തിക സ്വയം പര്യാപ്തത, ഭക്ഷ്യ സ്വയം പര്യാപ്തത,
ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം. സാമ്പത്തിക സ്വയം പര്യാപ്തത, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി ആൻ അൺഫിനിഷ്ഡ് ഡ്രീം ആരുടെ പുസ്തകമാണ്? എൻ അൺഫിനിഷ്ഡ് ഡ്രീം, രണ്ട് പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ അൺഫിനിഷ്ഡ് ഡ്രീം ആരുടെ പുസ്തകമാണ്? വർഗീസ് കുര്യൻ്റെതാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇനി ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ അധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയും അവസാനിക്കുമ്പോൾ അധ്യക്ഷ ഇന്ദിരാഗാന്ധിയുമാണെന്ന് പറയുന്നു. അത് ശരിയാണോ? മൂന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നമുക്കറിയാം, തുടങ്ങുമ്പോൾ ആരായിരുന്നു? അത് നെഹ്റു ആയിരുന്നു. അവസാനിക്കുമ്പോൾ ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ? മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ അധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ എന്നുള്ളതാണ്. അതെന്താണ്? തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.6%. പക്ഷെ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ? അത്രയും വളർച്ചാ നിരക്ക് ലഭിച്ചോ? ഇല്ല. അപ്പൊ എത്ര കൈവരിച്ചത്? 2.8% എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ്, ഒരു വനിത ആദ്യമായിട്ട് അധ്യക്ഷ സ്ഥാനം വഹിച്ച അതിൽ അഡീഷണൽ ഫാക്ട്സ് ആണ് കേട്ടോ. അതായത് ഒരു വനിത ആദ്യം അധ്യക്ഷ സ്ഥാനം വഹിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്, അതായത് ഇന്ദിരാഗാന്ധി. പിന്നെ അതിൽ നമ്മൾ പറയാത്ത കാര്യം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇപ്പോൾ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? 1962 ഒക്ടോബർ 26-നാണ് ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ. അത് ഈ സമയത്താണ്. അത്രയൊക്കെ. ഓക്കെ. പിന്നെ ഹരിത വിപ്ലവം ആലോചിച്ച് വെച്ചേക്കുക. അതുപോലെ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. ഇത് വൻ പരാജയമായിരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. കിട്ടിയല്ലോ. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 1970-80 ആയിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വിമർശകനാരായിരുന്നു? ഡോക്ടർ ഗാഡ്ഗിൽ, അറിയാവുന്നുണ്ടാവും. സംസ്ഥാന ആസൂത്രണത്തിന്റെ കമ്മീഷൻ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? നമ്മൾ അടിവരയിട്ട് പഠിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആരായിരിക്കും? മുഖ്യമന്ത്രി. സോഷ്യലിസ്റ്റ് സമൂഹത്തെ രൂപീകരിക്കുക ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തെ രൂപീകരിക്കുക. ഹോളിഡേ പ്ലാനിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഹോളിഡേ പ്ലാൻ ഓർക്കുന്നുണ്ടോ? ഹോളിഡേ പ്ലാനിന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അത് അശോക് മേത്തയാണ് അല്ലെ. ഹോളിഡേ പ്ലാനിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അശോക് മേത്ത. അപ്പോൾ ഹോളിഡേ പ്ലാനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഇത് പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലെ. ഹോളിഡേ പ്ലാന്. ഓക്കെ. അതുപോലെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1966-69 എന്നുള്ള ഓർത്ത് വെച്ചേക്കുക. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. അതുപോലെ കാർഷിക രംഗത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധി, അതുപോലെ ഗുരുതരമായ ഭക്ഷ്യക്ഷാമവും വാർഷിക പദ്ധതികളിൽ കൃഷിക്ക് ഊന്നൽ നൽകേണ്ടത് അനിവാര്യമാക്കി. അങ്ങനെ ഈ പദ്ധതികൾക്കിടയിൽ കാർഷികോൽപാദനത്തിലെ പ്രതിസന്ധി മറികടക്കാൻ ഉയർന്ന വിളവ് തരുന്ന വിത്തുകളുടെ വ്യാപകമായിട്ടുള്ള വിതരണം, അതുപോലെ വളങ്ങളുടെ വ്യാപകമായ ഉപയോഗം, ജലസേചന സാധ്യതകളുടെ ചൂഷണം, മണ്ണ് സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന ഒരു പുതിയ കാർഷിക തന്ത്രം നടപ്പാക്കി. വാർഷിക പദ്ധതികളുടെ സമയത്ത് സമ്പദ് വ്യവസ്ഥ അടിസ്ഥാനപരമായി മൂന്നാം പദ്ധതിയിൽ നൽകിയ ആഘാതങ്ങളെ ഉൾക്കൊള്ളുകയും ആസൂത്രിതമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഇന്ത്യൻ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നത് 1966-67, അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ആസൂത്രണം ചെയ്യുകയും ഹോളിഡേ പ്ലാനിൽ നടപ്പാക്കുകയും ചെയ്തു എന്നർത്ഥം. ഓക്കെ. ഇനി ട്രൈസം പദ്ധതി നിലവിൽ വന്നത്, നമ്മൾ മുമ്പ് നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അത് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1979 ഓഗസ്റ്റ് 15-നാണ്. ബോംബെ പ്ലാനിന്റെ ആശയം ഉൾക്കൊണ്ട പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 1944-ലെ ബോംബെ പ്ലാനിന്റെ ആശയം ഉൾക്കൊണ്ട പഞ്ചവത്സര പദ്ധതി രണ്ടാം പദ്ധതിയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-നാണ് അല്ലെ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-നാണ് എന്നുള്ളത് എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചേക്കാം. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ അതൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളത്
ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി നെഹ്റു ആണ്. ശരിയാണ്. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച ആദ്യ രാജ്യം ഏതാണ്? റഷ്യയാണ്. അതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം എന്നാ പറഞ്ഞേ? പഞ്ചവത്സര പദ്ധതി ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? 1950 മാർച്ച് 15 ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് വർഷമാണ് എന്താണ് പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഏത് പറയും? അത് 1951 നമുക്കറിയാം. പിന്നെ ഈ 1950 മാർച്ച് 15 എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? 1950 മാർച്ച് 15 എന്നുള്ളത് ആ ഒരു ഡേറ്റ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് അല്ലേ? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നതാണ് 1950 മാർച്ച് 15 എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഈ കാര്യങ്ങളും കൂടെ ഓർത്ത് വച്ചേക്കുക. അതായത് ഇന്ത്യയിൽ സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ചൈനയിൽ എന്ന് പറഞ്ഞു 1953 നടപ്പിലാക്കി. അത് പാകിസ്ഥാനിൽ 2 വർഷം കഴിഞ്ഞ് 55, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് നേപ്പാളിൽ 56, പിന്നെ 61 ഭൂട്ടാനിൽ. അതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ മൊത്തം 5 പഞ്ചവത്സര പദ്ധതി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഇതിപ്പോൾ റിവിഷൻ എക്സാം ആണ്. അപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ള ഒന്ന് പറയാം കേട്ടോ. ശരി, താങ്ക് യു.